തിരുവനന്തപുരം ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു. കോട്ടയ്ക്കകം വാർഡ് അംഗം ശ്രീജയാണ് ആത്മഹത്യ ചെയ്തത്. ആസിഡ് കുടിച്ചാണ് മരണം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം LDF പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ഇതിൽ മനം നൊന്താണ് ആത്മഹത്യയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീജയുടെ മൃതദേഹം എത്തിച്ച ആര്യനാട് ആശുപത്രിയിൽ സംഘർഷാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കോൺഗ്രസ് CPIM പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതേപോലെ CPIM ഒരു നേതാക്കളോ ബോഡി കാണണ്ട. CPIM ഒരുത്തനും കാണണം. അത് MLA ആയാലും പഞ്ചായത്ത് ഒരുത്തനും കാണണ്ട. ഇന്നലെ വൈകിട്ട് പോലെ ഇത്ര മോശമായി സംസാരിച്ചതിന് ശേഷം ഇപ്പൊ നിങ്ങളുടെ കാലം സാധാപത്തിനാണ്. ഞങ്ങൾ സാധാപത്തിന്റെ ആവശ്യമില്ല. സാധാപത്തിന്റെ ആവശ്യമില്ല. VV അരുൺ ആണ് ചേരുന്നത്. കഴിഞ്ഞ ദിവസം ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടന്നിരുന്നു എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ആരോപണം എന്താണ്? ആത്മഹത്യക്ക് കാരണം ഈ CPIM പ്രതിഷേധമായിരുന്നു എന്നാണോ അവർ ഉന്നയിക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ശ്രീജയ്ക്ക് കടമുണ്ടായിരുന്നു, വലിയ തുക കടമുണ്ടായിരുന്നു. അത് കുറെ നാൾ അവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കടം വീട്ടാൻ കഴിയാതെ വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥയും വന്നു. അന്ന് CPIM വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയതാണ്. ഇവർ മുങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അവർ ഈ കടം കൊടുത്തു തീർക്കാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തി കടം തീർക്കാം എന്നൊരു ധാരണ എത്തിയതെന്ന് പറയുന്നു. അതിനിടയിലാണ് ഇന്നലെ CPIM ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇവർക്കെതിരെ ഒരു പ്രതിഷേധം, ഇത്തരത്തിൽ പഞ്ചായത്ത് അംഗം കടം വാങ്ങിയ ശേഷം മുങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. അതിന്റെ മനോവിഷമമാണ് ഇവർ ആത്മഹത്യ ചെയ്തെന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. CPIMന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ എതിരെ അടക്കം ഇവരുടെ കുടുംബാംഗങ്ങൾ, മകളടക്കമുള്ളവർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്, മൊഴി നൽകിയിട്ടുമുണ്ട്. പക്ഷെ പോലീസ് ആ മൊഴി ആ രീതിയിൽ രേഖപ്പെടുത്തിയില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും CPI ആരോപണമൊക്കെ തള്ളുകയാണ്. ഒരു തരത്തിലും അത്ര പ്രശ്നമുണ്ടായില്ല. ഇവർ കടം വാങ്ങി മുങ്ങി നടക്കുകയായിരുന്നു. അക്കാര്യം സ്വാഭാവികമായ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി ഉന്നയിച്ചു എന്ന് മാത്രമാണ് CPIM പറയുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. ആര്യനാട് പോലീസ് സ്റ്റേഷനിലും വലിയ സംഘർഷാത്മകമായ സാഹചര്യമുണ്ട്. CPIM നേതാവ് കൂടിയായ G. സ്റ്റീഫൻ MLA അവിടെ എത്തി അദ്ദേഹത്തെ ഈ മൃതദേഹം കാണാൻ അനുവദിക്കാതെ തടഞ്ഞിരുന്നു. അത് MLAക്കെതിരെയും പ്രതിഷേധമുണ്ട്. ഏതായാലും ഇപ്പോഴും സ്ഥലത്ത് സംഘർഷ സാഹചര്യമുണ്ട്. CPIM പ്രവർത്തകരും CPIM പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള അപമാനിച്ചത് കൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ഇവർ കടമുണ്ടായിരുന്നു എന്ന കാര്യം അവർ സമ്മതിക്കുന്നു. പക്ഷേ ആ കടം വീട്ടാനുള്ള, തിരികെ കൊടുക്കാനുള്ള നടപടികളിലേക്ക് ഇതിനുണ്ടാകുന്ന ഒരു സംശയം, ഇത് ഈ വ്യക്തിപരമായ കടങ്ങൾ ആയിരുന്നോ? അതിനപ്പുറത്ത് സാമ്പത്തികമായ പ്രതിസന്ധി പലർക്കും ഉണ്ടാകാം, അത്തരം കടങ്ങൾ ഉണ്ടാകാം, അത് വീട്ടുവാൻ പ്രയാസമുണ്ടായിരുന്നിരിക്കാം. ഇതിൽ ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പോലെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമായിരുന്നോ നടന്നത്? അതിൽ നമുക്ക് കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ അരുൺ? അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടില്ല. വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. പക്ഷെ പഞ്ചായത്ത് അംഗമായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആളുകളിൽ നിന്ന് ഈ പണം വാങ്ങിയ ശേഷം മുങ്ങി നടക്കുന്നു എന്നായിരുന്നു CPIMന്റെ ആരോപണം. അവർ കുറെ നാൾ അവരുടെ വീട്ടിലില്ലായിരുന്നു എന്നത് വസ്തുതയുമാണ്. പിന്നീട് അവർ അത് വിശദീകരിച്ചത് മകളുടെ വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതിനുശേഷം ഇവർ ഈ കടം വാങ്ങിയ ആളുകളുമായൊക്കെ ചർച്ച നടത്തി തിരികെ അടയ്ക്കാൻ സാവകാശം ചോദിച്ചു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഏതായാലും CPIM അങ്ങനെയല്ല, ആളുകളെ പറ്റിച്ചു പോയി അതിലൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചതാണോ CPIM വിശദീകരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ CPIMനെതിരെ അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് വലിയ അരുൺ സ്വാഭാവികമായും ഒരു ജനപ്രതിനിധിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ MLAയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പ്രധാനപ്പെട്ട പ്രതിനിധിയൊന്നുമല്ല. അദ്ദേഹം ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഈ പ്രതിഷേധം പോലെയൊന്ന് സംഘടിപ്പിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ്. അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി CPIM കണ്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധം കൂടി ആയിരുന്നോ? ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ?
ഇവർക്കെതിരെ വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ പല സ്ഥലങ്ങളിലും CPM സ്ഥാപിച്ചിരുന്നു. അതിലൊരു പുതിയ ബോർഡ് സംഘടിപ്പിച്ചു. നാട്ടുകാർക്ക് വേണ്ടിയുടെ പേര് തന്നെയാണ് പ്രതിഷേധം. സ്വാഭാവികമാർക്കറിയാം, പ്രദേശത്ത് പഠിത്തിരിക്കുന്ന ഓരോ വിഷയമല്ല ഈ എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആയുധമാക്കാറുണ്ട്. അങ്ങനെ ഈ വിഷയം ഒരു ആയുധമായി മാറിയതാണ്, രാഷ്ട്രീയ പ്രചരണ ആയുധമായി മാറിയതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അനുമാനിക്കാൻ. കൃത്യമായ വിവരം ഇനി ലഭ്യമാകേണ്ടത്. ഏതായാലും കോൺഗ്രസിന്റെ ആരോപണം ആ രീതിയിലാണ്. അതിനവർക്ക് മനോവിഷമം ഉണ്ടായവർ ആസിഡ് കഴിച്ച് ഈ റബ്ബർ ടാപ്പിങ്ങിന് മറ്റും ഉപയോഗിക്കുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ CPM പ്രവർത്തകരുടെ അപമാനമാണ്. CPM പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധ യോഗമൊക്കെ സംഘടിപ്പിച്ചതിലുള്ള മനോവിഷമമാണ് ഇവരുടെ ആത്മഹത്യ കാരണമെന്നാണ് കുടുംബാംഗങ്ങളുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ആരോപണം. അതുകൊണ്ടാണ് ഇത്രയധികം ശക്തമായ പ്രതിഷേധം അവർ തീർച്ചയായും. പക്ഷേ അവിടെ അരുൺ, ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ സാമ്പത്തികമായി ഇതിന്റെ വസ്തുത നമുക്കിപ്പോഴും ആധികാരികമായി അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഏതെങ്കിലും തട്ടിപ്പിന്റെ ഭാഗമാകുമ്പോഴൊക്കെയാണ് സാധാരണ നിലയിൽ ആളുകൾക്കെതിരെ ഈ ഫ്ലെക്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തുക. ഇതിപ്പോൾ കടം വാങ്ങിയ പണം തിരികെ നൽകാതെ വരുമ്പോൾ അത് രമ്യമായി ചർച്ച ചെയ്തുകൊണ്ടൊക്കെ പരിഹരിച്ച് തീർക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ബോധപൂർവം പണം നൽകുന്നില്ല എങ്കിൽ അതിനെതിരെയും ഒക്കെ ആകാം. പക്ഷേ വ്യക്തിപരമായ കടങ്ങൾ തിരിച്ചു നൽകാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ വെക്കുന്നു എന്നത് എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഇവരുടെ ഒരു സാമ്പത്തിക പശ്ചാത്തലം അങ്ങനെ ബോധപൂർവമായി മുങ്ങി നടന്നു, കബളിപ്പിച്ചു നടന്നു എന്നുള്ളൊരു രീതിയിലാണോ നമുക്ക് അത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നുണ്ടോ അരുൺ? ഇപ്പോൾ അവരുടെ ആരോപണവും അതുപോലെ തന്നെ CPMന്റെ പ്രതിരോധവും മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായി നാട്ടുകാരുടെ നമ്മൾ അല്പസമയത്തേക്ക് അവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും നാട്ടുകാരിൽ നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ പോലീസിൽ നിന്നുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്, എത്രത്തോളം കടം ഇവർക്കുണ്ടായിരുന്നു, ആരിൽ നിന്നാണ് കടം വാങ്ങിയെന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇത് വലിയൊരു സംഘർഷത്തിന് കാരണമായ വിഷയമായി മാറുകയാണ്. ഇവരുടെ ആത്മഹത്യക്ക് കാരണം CPM തന്നെ എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. CPM അത് നിഷേധിക്കുമ്പോഴും ഇവർക്കെതിരെ വലിയ പ്രതിഷേധ പരിപാടികൾ ഇന്നലെ പോലും നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്, വസ്തുതയാണ്. ആ പ്രതിഷേധങ്ങളിൽ ഉണ്ടായ മനോവിഷമമാണ് ഇവരുടെ ആത്മഹത്യക്ക് കാരണമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ പോലീസ് അത്തരത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ശ്രീജയുടെ കുടുംബാംഗങ്ങൾ ഈ CPM പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ ഈ പോലീസിൽ മൊഴി നൽകിയിരുന്നു. പക്ഷെ ആ മൊഴി ആ രീതിയിൽ രേഖപ്പെടുത്താൻ തയ്യാറാകാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ മൊഴി രേഖപ്പെടുത്തിയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അവിടെ പ്രാദേശിക പ്രവർത്തകർക്കൊക്കെ മനസ്സിലാക്കുന്ന വിവരം അതാണ്. അത്തരത്തിലുള്ള ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. ഏതായാലും പോലീസിന്റെ നടപടി അനുസരിച്ചിരിക്കും എങ്ങനെയാണ് ഈ മറ്റു വിഷയങ്ങൾ എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ഇവർ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പണം മനഃപൂർവ്വം കബളിപ്പിച്ചതാണോ, അല്ലെങ്കിൽ അഭിലാഷ് സൂചിപ്പിച്ച പോലെ സ്വാഭാവികമായും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ആർക്കും ഉണ്ടാകാം. ഇവരുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റും ചില ചെലവുകൾ കടമുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലാണോ, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കബളിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ, ഈ പണം കടം വാങ്ങിയ ശേഷം ഒരു പഞ്ചായത്ത് അംഗം ഒളിവിൽ നടന്നിട്ടുണ്ടോ, മുങ്ങി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ അതൊരു ആരോപണം മാത്രമായി നമുക്ക് കാണണം. പക്ഷേ ഈ ഒരു കാര്യം ശരിയാണ്, അവർക്ക് കടമുണ്ടായിരുന്നു. അവരൊരു മനോവിഷമം കാരണം അവർ മരിക്കുകയും ചെയ്തു. അതിൽ CPM നേതാക്കളുടെ, CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പങ്ക് എന്താണെന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അതാണ് ഈ വാർത്തയിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാധാരണ നിലയിൽ ഈ പണം ആർക്കെങ്കിലുമൊക്കെ നൽകാനുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അത്തരം വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുകയും അത് തിരികെ വാങ്ങിച്ചു നൽകുവാനുള്ള നീക്കങ്ങളൊക്കെ നടത്താറുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് CPIM കടന്നത് എന്തുകൊണ്ടായിരുന്നു എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള ബാധ്യതകൾ ആണ് ഉണ്ടായിരുന്നത് എന്നതിനും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീജ ആത്മഹത്യ ചെയ്തത് ആസിഡ് കുടിച്ചുകൊണ്ടാണ്, അതായത് റബ്ബർ ഷീറ്റ് ഉറയൊഴിക്കുന്ന ആസിഡ് കുടിച്ച് ആണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇന്നലെ ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്, അതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരണം.